സോഷ്യൽ മീഡിയയിൽ അതിവേഗത്തിൽ വളർന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പൂട്ടിയേക്കും. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. CJPക്കെതിരെ കൂടുതൽ നടപടികൾക്കും സാധ്യതയുണ്ട്. അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000-ലെ IT ആക്ട് സെഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രെൻഡ് ആയതിനു പിന്നാലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഓൺലൈൻ ക്യാമ്പയിൻ CJP തുടക്കമിട്ടിട്ടുണ്ട്. അതിനിടെ പുതിയ അക്കൗണ്ടിൽ ഫോളോവേഴ്സിന്റെ എണ്ണം 80,000 പിന്നിട്ടു. കോക്രോച്ച് ജനതാ പാർട്ടി സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒക്കെ എക്സ് അക്കൗണ്ട് കഴിഞ്ഞ ദിവസം പൂട്ടിയിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പൂട്ടിയേക്കും എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. എക്സ് അക്കൗണ്ട് പൂട്ടിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധമൊക്കെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. സോഷ്യൽ മീഡിയ സൈബർ ഇടങ്ങളിൽ യുവതലമുറയുടെ ഒരു പ്രതിഷേധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഭരണാധികാരികൾക്കെതിരെ സംസാരിച്ചു തുടങ്ങുന്ന ഒരു പാർട്ടിയായി കോക്രോച്ച് ജനതാ പാർട്ടി മാറിയിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്നാണെന്നാണ് വിശദീകരണം. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എക്സ് പ്ലാറ്റ്ഫോം വിലക്കിയിട്ടുള്ളത്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഈ ഒരു പാർട്ടി ഭീഷണിയാണെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവരുടെ എക്സ് പ്ലാറ്റ്ഫോം നിർത്തലാക്കിക്കൊണ്ടുള്ളൊരു നടപടി സ്വീകരിച്ചത്. എന്തായാലും CJPക്കെതിരെ കൂടുതൽ നടപടികൾക്കിനി സാധ്യതയുണ്ട്. അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനകരമാണെന്നും 2000-ലെ IT ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടി എടുത്തതെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വലിയൊരു വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അതേസമയം തന്നെ സമൂഹ മാധ്യമങ്ങൾ ട്രെൻഡ് ആയതിന് പിന്നാലെ ജനകീയ വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ളൊരു നടപടിയിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി നീങ്ങിയിരിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയം തന്നെയാണ് ആദ്യം തന്നെ ഇവർ ഉയർത്തിയിരിക്കുന്നത്. യുവാക്കളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, വിദ്യാർത്ഥികളെയൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുന്ന നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയം തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഓൺലൈൻ ക്യാമ്പയിനും ഒക്കെ CJP ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്തായാലും പുതിയ അക്കൗണ്ടിൽ ഇപ്പോൾ ഫോളോവേഴ്സിന്റെ എണ്ണം 80,000 പിന്നിട്ടിരിക്കുകയാണ്.